ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിന് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള അതിരടി എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. മെയ് മാസത്തിൽ ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസനും ബേസിൽ ജോസഫ് ഒന്നിക്കുന്ന അതിരടി എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ഒരു മാസ് കോമഡി ക്യാമ്പസ് ആക്ഷൻ എന്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 2024 ആവേശം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്തിയതുപോലെ തന്നെ ഒരുപക്ഷെ അത്രയ്ക്കും ആവേശമായിട്ട് മാറാൻ സാധ്യതയുള്ള ചിത്രമായിരിക്കും അതിരടി എന്ന് പറയുന്ന സിനിമ. ടൊവിനോ, ബേസിൽ, വിനീത് തുടങ്ങിയവർക്കൊപ്പം തന്നെ റിയ ഷിബു, സരിൻ ഷിഖാബ് തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. നവാഗതനായ അരുൺ അനിരുദ്ധാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സും ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സമീർ താഹിറും ടൊവിനോ തോമസും ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളായിട്ടും വരുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്? 2026 മെയ് 14 എന്തൊക്കെയാണ് പുറത്തുനിന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനകത്ത് ഒരു കിടിലൻ ഇടിപ്പടം എന്ന് തോന്നിപ്പിക്കുന്ന രീതി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടൊവിനോയും ബേസിലും തമ്മിലുള്ള കിടിലൻ ആക്ഷൻ രംഗങ്ങൾക്കിലേക്ക് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിനു മുമ്പേ ബേസിന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നപ്പോൾ തന്നെ സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കോളേജ് പയ്യനായിട്ട് വരുന്ന ബേസിന്റെ ലുക്ക് കണ്ട് നസ്ലിനെ പോലുള്ള യുവതലമുറ വരെ ഞെട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ്. എന്തെങ്കിലും അതിരടി എന്ന് പറയുന്ന സിനിമ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മികച്ച ഒരു ആക്ഷൻ എന്റർടൈനർ ആയിട്ട് മാറുമെന്നറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് മെയ് 14 തിയേറ്ററിലോട്ട് എത്തുന്ന അതിരടി എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.